നിർബൻ, മറ്റൊരു മാധ്യമങ്ങൾക്കും ഇതൊരു ഗൗരവപ്പെട്ട വാർത്തയല്ല നിർബൻ. ഒരു മനുഷ്യന്റെ ജീവൻ കോൺഗ്രസിന്റെ സമരത്തിൽ പൊരിഞ്ഞിട്ടും അവനതിനെ അതിൻ്റെതായ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി നമ്മൾ ഈ വാർത്ത കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിലുണ്ട്. അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. നിർബൻ, ഇവിടെ കോൺഗ്രസ് യഥാർത്ഥത്തിൽ കൊലപാതക കൂട്ടമായി മാറുന്നതാണ് നമുക്ക് വിതുരയിൽ കാണാൻ കഴിഞ്ഞത്. ഒരു മനുഷ്യന് ആത്യന്തികമായി ചികിത്സ കിട്ടണം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണല്ലോ ആദ്യത്തെ ആ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്. ആ ഘട്ടത്തിൽ ആംബുലൻസ് വിടാൻ അനുവദിക്കാതെ ആ മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു വിതുരയിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. തീർച്ചയായും മനു, അങ്ങനെ തന്നെയാണ് ബന്ധുക്കളുടെ പരാതി. കാരണം ഈ ആശുപത്രിയിൽ നിന്ന് അടിയന്തരമായി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരും ഒപ്പം തന്നെ ആശുപത്രി ജീവനക്കാരും പറഞ്ഞ ശേഷമാണ് ഈ ആംബുലൻസിൻ്റെ കുറുകെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രവർത്തകർ, പ്രധാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ഈ ആംബുലൻസിൻ്റെ മാർഗ്ഗതടസ്സമുണ്ടാക്കി അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ ഏകദേശം 20-25 മിനിറ്റ് വൈകിപ്പോയിരുന്നു എന്ന് തന്നെയാണ് ബന്ധുക്കളുടെ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ബോധപൂർവമായ കുറ്റകൃത്യം തന്നെയാണ്, മനഃപൂർവമായ നരഹത്യക്ക് കേസെടുക്കണം, ഒരു ആദിവാസി യുവാവിൻ്റെ മരണത്തിന് കാരണമാക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ പ്രതിഷേധം മാറി എന്ന തരത്തിലുള്ള ആരോപണവും പരാതിയും തന്നെയാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഈ മരിച്ച ബിനുവിൻ്റെ സഹോദരനും അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നാലും പ്രവർത്തകരായിരുന്നാലും ഇത്തരത്തിൽ ഒരാളുടെ ജീവനെ വച്ച് പന്താടുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് അനുജനും നമ്മളോട് ചോദിച്ചത്. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു പ്രതികരണം നേതൃത്വം നടത്തിയിട്ടില്ല. ജില്ലയിലെ കോൺഗ്രസിൻ്റെ DCC നേതാക്കളൊക്കെ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരിതൊരു പ്രതികരണം നടത്തിയിട്ടില്ല. വളരെ ഗൗരവതരമായ വിഷയമാണ്. കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിലൊക്കെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിൽ എല്ലാം കൈമെയ് മറന്ന് പ്രവർത്തിക്കുന്ന ഒരു ജനസമൂഹമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് പൊതുപ്രവർത്തകർ പാലിക്കേണ്ട ഒരു മാന്യതയുണ്ട്. സമരം നടത്തേണ്ടത് എവിടെയാണ്? ആശുപത്രിക്ക് മുന്നിൽ പോലും ഈ കാഷ്വാലിറ്റിയുടെ പരിസരത്ത് മാർഗ്ഗതടസ്സം ഉണ്ടാക്കുന്ന തരത്തിലൊന്നും ഒരു പ്രതിഷേധ പ്രകടനങ്ങളോ സമരങ്ങൾ പോലും രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനങ്ങൾ നടത്താറില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ആംബുലൻസ്, ഈ രോഗിയെ കയറ്റിയ ആംബുലൻസ് അടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരം സമരത്തിൽ കോൺഗ്രസ് പോയത് എന്ന കാര്യമാണ് ചോദിക്കേണ്ടത്, ചോദ്യചിഹ്നമായി ഉയരുന്നത്. ഇക്കാര്യത്തിൽ ഇനി കോൺഗ്രസ് നേതൃത്വമാണ് പരാതി നൽകേണ്ടത്, ഈ പരാതിയിൽ മറുപടി പറയേണ്ടത്. പക്ഷേ ബന്ധുക്കൾ ഇപ്പോൾ പോലീസിന് പരാതി നൽകി. ഒപ്പം തന്നെ ആശുപത്രി നിന്നിട്ടുള്ള ഈ ആശുപത്രിയിലെ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തിയെന്ന് മെഡിക്കൽ ഓഫീസർ പോലീസിൽ പരാതിപ്പെട്ടു എന്ന വിശദാംശങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നടപടി വേണമെന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. കർശനമായ നടപടി വേണം. കുറ്റക്കാർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ബന്ധുക്കൾ. ഏറ്റവും അടുത്ത ബന്ധുവാണ് നേരത്തെ മനോഹരൻ കാണി നമ്മളോട് പ്രതികരിച്ചത്. ഒപ്പം തന്നെ ഈ ബിനുവിൻ്റെ സഹോദരനും ഇതേ ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. മനു, ശരി.